ഹലോ ഗായ്സ്, ലക്കി ഫാമിലി 2.0യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ 9ാം മാസത്തെ സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റിനും വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നതാണ്. അപ്പോൾ ആക്ച്വലി ഞാൻ ഈ ഇൻട്രോ പറയുന്നത് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് ആണ് ഞാനിത് പറയണത്. രാവിലെ എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ടൊരു മൂഡില്ലായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, തോന്നുന്നു ഒരു 6 മണിയൊക്കെ ആയപ്പോൾ തന്നെ പോയി ഇവിടെ നിന്ന്. അപ്പം അതുകൊണ്ടിട്ട് ഇൻട്രോ ഒന്നും എടുത്തൊന്നുമില്ല, ചെറിയൊരു വ്ളോഗാണ്. പിന്നെ ഞാൻ വിചാരിച്ച് ഇന്ന് ഡ്യൂ ഡേറ്റ് ഒക്കെ പറയുമായിരിക്കും ഡോക്ടർ എന്നൊക്കെ വിചാരിച്ച്. പക്ഷേ അവരൊന്നും പറഞ്ഞില്ല, പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല. എനിക്കിപ്പോൾ 37 ആഴ്ച സ്റ്റാർട്ട് ചെയ്ത് ബാക്കി സ്കാനിങ്ങും ഒക്കെ ചെയ്തപ്പോഴത്തേനും എല്ലാം നോർമലാണ്. വെയിറ്റ്, കുഞ്ഞിൻ്റെ വെയിറ്റൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞു. എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ. ഞാനും അമ്മയും കിച്ചും കൂടെ ഹോസ്പിറ്റലിലോട്ട് പോയി. ലക്കിയെ കൊണ്ടുപോയില്ല, അവൻ നല്ല ഉറക്കത്തിലായിരുന്നു. അവനെ കൊണ്ടുപോയത് വേറെ ഒന്നും കണ്ടിട്ടല്ല, അവനെ കൊണ്ടുപോയാൽ ശരിയാവില്ല. അവന് ഒരിടത്ത് അങ്ങനെ അടങ്ങിയിരിക്കുന്ന കൂട്ടത്തിലല്ല. അപ്പം നമ്മളെ കൊണ്ട് വിട്ടിട്ട് കിച്ചു നേരെ തിരിച്ച് വീട്ടിലോട്ട് വരും. കാരക്കോണം ഹോസ്പിറ്റലിലെത്തി. കിച്ചു കൊണ്ട് വിട്ടിട്ട് നേരെ തിരിച്ച് ലക്കിയെ നോക്കണ ഡ്യൂട്ടിയിലോട്ട് പോയി. ഇനി രാവിലെ ഇപ്പോൾ 7 മണിയായി. ഇപ്പം എടുത്തു കഴിഞ്ഞാൽ അടുത്ത ബ്ലഡ് എടുക്കണത് 8 മണിക്കായിരിക്കും. അങ്ങനെ ഫുഡ് മുഖ്യമാണല്ലോ നമുക്ക്, അതുകൊണ്ട് ഒരുപാട് സമയം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതാണ് രാവിലെ തന്നെ ഉറക്കം എണീറ്റ് ഉടനെ ഇങ്ങ് വന്നത്. ഇതാണ് മെഡിക്കൽ കോളേജ്, കാരക്കോണം മെഡിക്കൽ കോളേജ്. ഫസ്റ്റ് നമ്മൾ ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകും. നമ്മളല്ല, ഞാൻ മാത്രം. ബ്ലഡ് ഭയങ്കര കൂടുതലായിട്ട് പിന്നെ ബ്ലഡ് നോക്കണം. തിരക്ക് രാവിലെ ഉണ്ട്. എന്നെപ്പോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെയും പ്രഗ്നൻ്റ് ആയ ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഫസ്റ്റ് ബ്ലഡൊക്കെ എടുത്തിട്ട് നമ്മളിതാ കഴിക്കാൻ വേണ്ടിയിട്ട് പോണ്. കഴിച്ചു കേട്ടാ, ഓൾറെഡി വീട്ടിൽ നിന്ന് ഇഡ്ഡലി സാമ്പാറും കൊണ്ടുവന്നു. പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല. ഞാനമ്മയും കൂടെ കഴിച്ച് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലോട്ട് ആണ്. ഞാനൊരു ചായ ഒരു ഉഴുന്നോടയും കൂടെ അങ്ങ് ഓർഡർ ചെയ്തു. അമ്മ ചായ, അമ്മയ്ക്ക് ഉഴുന്നോട വേണ്ടേ? വേണ്ട, അമ്മയ്ക്ക് രാവിലെ ഒരു അസ്വസ്ഥത, വയറിന് അസ്വസ്ഥത. അമ്മയ്ക്ക് കാപ്പി പോലും അമ്മയ്ക്ക് വേണ്ടായിരുന്നു. വയറിന് തലയ്ക്ക് വെളുപ്പാങ്കാലം എണീറ്റിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി. അപ്പം അതിൻ്റേത് 5:30 ആയപ്പോൾ എണീറ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ 9ാം മാസത്തെ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് പോയി. അപ്പോയിൻമെൻ്റ് എടുക്കണമായിരുന്നു. പിന്നെ അതും കൂടെ എടുത്തിട്ട് സ്കാൻ ചെയ്യുന്നിടത്ത് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അവിടെ പോയപ്പോൾ ഡോക്ടർ പോലും വന്നിട്ടില്ലായിരുന്നു. കാരണം 8:30 ആവും അവിടെ ഡോക്ടർ വരുമ്പോഴത്തേനും. അത് കഴിഞ്ഞിട്ട് സിസ്റ്ററും ഡോക്ടറും ഒക്കെ വന്നു. രാവിലെ പോയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് റിപ്പോർട്ടും കിട്ടി.
റിപ്പോർട്ടൊക്കെ വാങ്ങിച്ചിട്ട് വീണ്ടും നേരെ ലാബിലോട്ട് തന്നെ വന്നു. വീണ്ടും 2 മണിക്കൂറിന് ശേഷം ബ്ലഡ് എടുക്കണമായിരുന്നു. പിന്നെ ഞാനും അമ്മയും കൂടെ അവിടെ പോസ്റ്റായിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ വീഡിയോ കോൾ വിളിച്ചു. അവിടെ എയർടെലിൻ്റെ ടവർ വന്നെന്ന് പറഞ്ഞു. അപ്പം അതൊരു വലിയൊരു ആശ്വാസമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ടിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ചേട്ടനെ വീഡിയോ കോൾ വിളിക്കാൻ പറ്റും. പിന്നെ ബ്ലഡൊക്കെ കൊടുത്തിട്ട് വന്നതിന് ശേഷം റിസൾട്ട് കിട്ടണമെങ്കിൽ 1.5 മണിക്കൂർ ആവുമെന്ന് തുടങ്ങി. അപ്പം അതിൻ്റെ ഇടയിൽ അമ്മയും ഞാനും കൂടെ ഒരു മീറ്റ്റോളും ചായയും കൂടെ കുടിച്ചിട്ട് പിന്നെ റിപ്പോർട്ട് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കണം. ഗൈനക്കോപ്പിയുടെ അടുത്ത് വന്ന് നിന്നു. ഡോക്ടറെയൊക്കെ കാണിച്ച് ഡോക്ടറിനെ അടുത്ത ആഴ്ച വരാൻ വേണ്ടിയിട്ട് പറയാം. ഇതുവരെ ഒരു കുഴപ്പവും പറ്റിയില്ല. വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. വേദന എങ്ങാണ്ടെങ്കിലും വരണമെങ്കിലും ഉടനെ ഓടി വരണമെന്ന് പറയും. പിന്നെ അമ്മയ്ക്കാണെങ്കിൽ എന്തോ ഒരു ടെൻഷൻ, ഭയങ്കര ടെൻഷൻ, സന്തോഷം എവിടെയൊക്കെ ഉണ്ട് എനിക്കറിയാം. അപ്പം ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് കിച്ചുവെങ്കിൽ നമ്മളെ വിളിക്കാൻ വരും. നേരെ വീട്ടിലോട്ട് നല്ല വെട്ടം. അപ്പം നമ്മൾ വീണ്ടും ലൈം കുടിക്കാൻ വേണ്ടിയിട്ട് വന്ന് ലൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. വീട്ടിൽ പോണതിന് മുന്നേ ഒരു ലൈം കുടിച്ചിട്ട് പോവാം. അപ്പം നമ്മളിതാ പോകുന്നു നേരെ വീട്ടിലോട്ട്. അല്ലേ അമ്മ? കുറേ നേരം കൊണ്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുന്നു. ആ വീഡിയോ കണ്ടല്ലോ, കുഞ്ഞു വീഡിയോ ആണ്. ഞാൻ അധികം ഒന്നും എടുത്തിട്ടില്ല, കാരണം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ എന്തോന്നും എടുക്കണേ. പിന്നെ എന്നാലും ഞാനൊന്ന് എടുത്തു. പിന്നെ ഞാനിന്ന് പ്രതീക്ഷിച്ചിട്ട് പോയത്, ഞാനും അമ്മയും പ്രതീക്ഷിച്ച് പോയത് സത്യം പറഞ്ഞാൽ ഇന്ന് ചിലപ്പോൾ അഡ്മിറ്റ് ആക്കും. എൻ്റെ സ്കാനിങ് റിപ്പോർട്ടും ഒക്കെ കണ്ടപ്പോൾ വിചാരിച്ചു ചിലപ്പോൾ അഡ്മിറ്റ് ആക്കും എന്നുള്ളൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർ പറഞ്ഞു നമുക്ക് പെയിനൊക്കെ വരുമ്പോൾ, അതായത് പെയിന് വന്നിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിന് മുന്നേ അഡ്മിറ്റ് ചെയ്ത് മരുന്നൊക്കെ വെച്ച് അഥവാ പെയിന് വന്നില്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ച് എന്തായാലും വയ്യാതായി ഈ വീട്ടിൽ നിന്ന് പോകുന്നതാണ് സത്യം പറഞ്ഞാൽ നല്ലത്. കാരണം വേറെ ഒന്നും കൊണ്ടിട്ടല്ല, അതാകുമ്പോഴത്തേനും നമുക്ക് എനിക്ക് തോന്നുന്നു ലക്കി മോനെ എനിക്ക് കുറച്ച് കോംപ്ലിക്കേഷനൊക്കെ ആയിരുന്നു ആ ഒരു പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത്. എനിക്ക് കാലൊക്കെ ഭയങ്കര നീരും അതുപോലെ BP ഒക്കെ ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ 38 ആഴ്ചയൊക്കെ ആയപ്പോഴത്തേനും അഡ്മിറ്റ് ചെയ്ത് അപ്പം തന്നെ പ്രസവിക്കുകയൊക്കെ ചെയ്തു. മരുന്ന് പെയിൻ വരാൻ വേണ്ടി മരുന്നൊക്കെ വെച്ച് അങ്ങനെ പ്രസവിച്ചതാണ്. അപ്പം അപ്പോഴും ഒരു കുറച്ച് കോംപ്ലിക്കേഷൻസ് ആയതുകൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പം ഇതിൽ അങ്ങനെ പ്രത്യേകിച്ച് എൻ്റെ ഈശ്വരന്മാരുടെ അനുഗ്രഹങ്ങളുണ്ട്, അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം അതുകൊണ്ടിട്ട് അവർ പറഞ്ഞു സെക്കൻഡാണ്, പെയിന് നമുക്ക് ചിലപ്പോൾ നേരത്തെ വരും, ആ സമയമൊക്കെ ആകുമ്പം വീടിവിടെ അടുത്ത് തന്നെയല്ലോ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ഡ്യൂ ഡേറ്റ് വരുന്നത് ഡിസംബർ 15-നാണ്. അപ്പോൾ 15-ാം തീയതി ആയതുകൊണ്ട് നമുക്കൊരു 9-ാം തീയതിയോ 8-ാം തീയതിയോ അഡ്മിറ്റ് ആവാം. എന്നിട്ട് അഥവാ പെയിന് വന്നില്ല എങ്കിൽ അതുപോലെ മരുന്ന് വെച്ച് അങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞില്ല. പ്രത്യേകിച്ച് അവരൊന്നും പറഞ്ഞൊന്നുമില്ല. അപ്പം എന്തായാലും അമ്മ ഇപ്പം ലക്കി മോനെ വിളിക്കാൻ വേണ്ടിയിട്ട് നേഴ്സറിയിൽ പോയിരിക്കുകയാണ്. അപ്പം അവനെ രാവിലെ ഉറക്കി കിടത്തിയിട്ടാണ് പോയത്. സംഭവം വീഡിയോ എടുക്കാത്തത് അതുകൊണ്ടിട്ടാണ്. ഇനി എൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ എണീക്കും. റോഡിൽ വേറെ വലിയൊരു ശബ്ദം കേൾക്കണം. അപ്പം എൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ എണീക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്ത വീഡിയോ ഒന്നും എടുക്കാണ്ട് അങ്ങ് പോയത്. അപ്പം ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എൻ്റെ അടുത്ത് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞ് അമ്മ മുട്ടായിയൊക്കെ വാങ്ങിക്കൊണ്ട് വരണം, വച്ചിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് അവൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും.
അമ്മ നഴ്സറി പോയി ലക്കിയെ വിളിക്കണ കാര്യം അച്ഛൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. അച്ഛൻ ടീച്ചർ ഓടി പോയിട്ട് വന്നപ്പോൾ അവനും കൂടെ വിളിച്ചിട്ട് വന്ന്. അമ്മയ്ക്ക് ഒരു ഉമ്മ എന്താ മുട്ടായി പൊട്ടിച്ചത്? ഒരു ഹായ് പറ എല്ലാവരുടെ അടുത്തും. നേഴ്സറി പോയെന്ന് പറ. നേഴ്സറി പോയി. എല്ലാവരുടെ അടുത്തും സുഖാണോന്ന് ചോദിച്ചേ. അവൻ സുഖം. പൊട്ടിച്ചേരാം. മുട്ടായി കഴിച്ചൂടെ കൂടുതൽ. പിന്നെ രാവിലെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോയില്ലേ എന്ന് പാവം തോന്നി അമ്മ വാങ്ങിയിട്ട് വന്നേ. കേട്ടാ, ഉറക്കം എണീക്കണതിന് മുന്നേ നിന്നെ ഞാൻ വിട്ടിട്ട് പോയില്ലേ, നമ്മള് കണ്ടില്ലല്ലോ രാവിലെ. ഇത് അമ്മാമ്മതോ വരുന്ന്. ആവെ വിളിക്കാൻ പോയ അമ്മാമ്മയായിരുന്നേ. ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. ലക്കിയമ്മ മേല് കഴുകാൻ പോയി. കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.